മധ്യപൂർവേഷ്യയിലെ സുരക്ഷാ സാഹചര്യം വീണ്ടും ലോകത്തിന്റെ ശ്രദ്ധ നേടുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം തുടരുന്നതിനിടെ കുവൈത്തിലും സമീപ പ്രദേശങ്ങളിലും സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അറിയിക്കുന്നു. ഇതോടൊപ്പം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടൽപാതകളിലൊന്നായ ഹോർമോസ് കടലിടുക്കിൽ ഒരു ചരക്ക് കപ്പലിന് നേരെ ആക്രമണം നടന്നുവെന്ന വിവരവും പുറത്തുവന്നിട്ടുണ്ട്. ഈ സംഭവങ്ങൾ മേഖലയിലെ സുരക്ഷാ ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ആഗോള എണ്ണ വിപണിയെയും അന്താരാഷ്ട്ര വ്യാപാരത്തെയും ബാധിക്കുമോ എന്ന ചോദ്യവും ഉയർന്നുണ്ട്. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം വടക്കൻ കുവൈത്തിലെ ഒരു അമേരിക്കൻ സൈനിക കേന്ദ്രത്തിന് സമീപമാണ് ശക്തമായ സ്ഫോടനം ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ സംഭവത്തിന്റെ യഥാർത്ഥ കാരണം എന്താണെന്നും ആക്രമണത്തിന് പിന്നിൽ ആരാണെന്നും സംബന്ധിച്ച് ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. സുരക്ഷാ ഏജൻസികൾ അന്വേഷണം തുടരുകയാണ്. അതേസമയം കുവൈത്തിനും ഇറാനും സമീപമുള്ള ഇറാഖിലെ ബസ്ര പ്രവിശ്യയിലും വലിയ തോതിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സംഭവത്തിന് പിന്നാലെ പ്രദേശത്ത് കൂടുതൽ സുരക്ഷാ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ജനങ്ങളോട് ജാഗ്രത പാലിക്കാനും സുരക്ഷാ നിർദ്ദേശങ്ങൾ കൃത്യമായി പിന്തുടരാനും അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പല ഘട്ടങ്ങളിലും കടുത്ത സമ്മർദ്ദത്തിലൂടെയാണ് കടന്നുപോകുന്നത്. വിവിധ സൈനിക നടപടികളും പരസ്പര മുന്നറിയിപ്പുകളും ഈ മേഖലയിലെ സുരക്ഷാ സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കിയിട്ടുണ്ട്. ഇപ്പോഴുണ്ടായതായി പറയുന്ന സ്ഫോടന റിപ്പോർട്ടുകൾ ഈ ആശങ്കകൾ വീണ്ടും ശക്തമാകുകയാണ്. ഇതിനിടെ ഹോർമോസ് കടലിടുക്കിൽ ഒരു ചരക്ക് കപ്പലിന് നേരെ ആക്രമണം നടന്നു എന്ന റിപ്പോർട്ടും വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതകളിൽ ഒന്നാണ് ഹോർമോസ് കടലിടുക്ക്. ഗൾഫ് മേഖലയിലെ നിരവധി രാജ്യങ്ങളിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിൽ ഈ വഴിയിലൂടെയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നത്. ഈ കടൽപാതയിൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ പ്രത്യാഘാതം എണ്ണ വിപണിയിൽ വളരെ വേഗത്തിൽ പ്രകടമാകാറുണ്ട്. കപ്പൽ ഗതാഗതം തടസ്സപ്പെടുകയോ വൈകുകയോ ചെയ്താൽ എണ്ണയുടെ ലഭ്യതയെ അത് ബാധിക്കാം. അതിന്റെ ഫലമായി അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ഉയരാനും സാധ്യതയുണ്ട്. എണ്ണവില ഉയരുന്നത് ലോകത്തിന്റെ പല രാജ്യങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ്. ഇന്ധനവില കൂടുന്നതോടെ ചരക്ക് ഗതാഗത ചെലവും വർദ്ധിക്കും. അതിന്റെ സ്വാധീനം ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ പല സാധനങ്ങളുടെയും വിലയിൽ പ്രതിഫലിക്കാം. ആയതിനാൽ തന്നെ മധ്യപൂർവേഷ്യയിലെ ഓരോ സുരക്ഷാ സംഭവവും ലോക സാമ്പത്തിക രംഗം വളരെ ശ്രദ്ധയോടെയാണ് നിരീക്ഷിക്കുന്നത്. കടൽ മാർഗങ്ങളിൽ ആക്രമണ സാധ്യത ഉയരുന്ന സാഹചര്യത്തിൽ നിരവധി രാജ്യങ്ങൾ അവരുടെ കപ്പലുകളുടെ സുരക്ഷ ശക്തമാക്കാൻ നടപടികൾ സ്വീകരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ചില കപ്പൽ കമ്പനികൾ യാത്രാമാർഗങ്ങളിൽ മാറ്റം വരുത്തുന്നതും കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതും പരിഗണിക്കുന്നുണ്ട്. ഇത് അന്താരാഷ്ട്ര വ്യാപാരത്തെയും അധിക ചെലവുണ്ടാക്കാൻ ഇടയാക്കും. ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ പലതും പ്രാഥമിക റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കിയുള്ളവയാണ്. ആയതിനാൽ എല്ലാ വിവരങ്ങളും ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. സംഭവങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് സ്ഥിതിഗതികളിൽ മാറ്റം വന്നേക്കാം. സംഭവങ്ങൾക്ക് പിന്നാലെ വിവിധ അന്താരാഷ്ട്ര ഏജൻസികളും സുരക്ഷാ സ്ഥാപനങ്ങളും സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. മേഖലയിലെ കൂടുതൽ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ നയതന്ത്ര തലത്തിൽ ഇടപെടലുകൾ ശക്തമാക്കേണ്ട സാഹചര്യമാണ് ഉള്ളതെന്നാണ് വിലയിരുത്തൽ. മധ്യപൂർവേഷ്യയിലെ സമാധാനവും സുരക്ഷയും ആഗോള സാമ്പത്തിക രംഗത്തിനും വളരെ പ്രധാനപ്പെട്ടതാണ്. ആയതിനാൽ തന്നെ അമേരിക്കയും ഇറാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കൂടുതൽ സംഘർഷത്തിലേക്ക് പോകാതെ പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാമെന്നാണ് പല രാജ്യങ്ങളുടെയും നിലപാട്. കുവൈത്തിലും സമീപ പ്രദേശത്തിലും റിപ്പോർട്ട് ചെയ്ത സ്ഫോടനങ്ങളും ഹോർമോസ് കടലിടുക്കിലെ ആക്രമണ വിവരങ്ങളും മധ്യപൂർവേഷ്യയിലെ സുരക്ഷാ സാഹചര്യം വീണ്ടും ആശങ്കയിലാക്കിയിരിക്കുകയാണ്. എന്നാൽ സംഭവങ്ങളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. അന്വേഷണം പുരോഗമിക്കുകയാണ്. വരും ദിവസങ്ങളിൽ പുറത്തുവരുന്ന ഔദ്യോഗിക വിവരങ്ങളാണ് സംഭവത്തിന്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാക്കുക. അതുവരെ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കാതെ വിശ്വസനീയമായ വിവരങ്ങൾ മാത്രം പിന്തുടരുന്നതാണ് ഏറ്റവും നല്ലത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.